അദ്ദേഹത്തിന്റെ ഒരു പ്രൈം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റിലോട്ട് വന്നത്. പിന്നീട് ആ ഒരു ടെസ്റ്റിൽ നിന്ന് ഒരു വിട്ടു നിൽക്കുന്നു. പിന്നെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിലും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വന്നില്ല, പ്ലെയറായിട്ട് വന്നില്ല. ആ കളി ഇന്ത്യ ജയിക്കുന്നു. പിന്നീട് ക്യാപ്റ്റനായിട്ടുള്ള കളികളിൽ ഇന്ത്യ തോക്കുന്നു. ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഫ്ലോപ്പ് ആവുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സായി വന്നപ്പോൾ അദ്ദേഹത്തിന് കാരണം ജസ്റ്റ് സിമ്പിളാണ്. ഞാൻ ക്യാപ്റ്റനില്ലാത്ത കളി ഇന്ത്യ സുന്ദരമായി ജയിക്കുന്നു. പിന്നീട് ഞാൻ ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ബാറ്റർ എന്ന നിലയിലും ഫ്ലോപ്പ് ആവുന്നു, ക്യാപ്റ്റൻ എന്ന നിലയിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ രോഹിത് ശർമ്മ സ്വാഭാവികമായിട്ടും വിരമിക്കുക എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. എനിക്ക് അത്ര ഒരു വിഷമവും ഇല്ല, കാരണം അദ്ദേഹം വളരെ കുറച്ച് കാലം ടീമിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള കാലത്തിൽ മുഴുവൻ അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ലാസ്റ്റ് 2 സീരീസിൽ ഒഴിച്ച് അതിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ഉള്ള കുറച്ച് കാലം വളരെ നല്ല രീതിയിൽ അദ്ദേഹം ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റിൽ ഒരു അൺലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ഏകദിനത്തിലായാലും T20 ആ ഒരു ഓപ്പണിംഗ് സ്ഥാനം അലങ്കരിക്കുമ്പോൾ പോലും ടെസ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു ഓപ്പണിംഗ് റോളിലോട്ട് പലപ്പോഴും പരിഗണിച്ചിട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുരളി വിജയ്, ശിഖർ ധവാൻ, പൃഥ്വി ഷാ, അങ്ങനെ നിരവധി കളിക്കാർ ആ ഒരു ഓപ്പണിംഗ് റോളിൽ വന്ന് പോയിട്ടുണ്ട്. മയങ്ക് അഗർവാൾ, KL രാഹുൽ, അങ്ങനെ. പക്ഷെ അപ്പോഴൊന്നും രോഹിത് ശർമ്മയുടെ പേര് ആ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്.